കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. കാൽവരി മലയുടെ ബലിപീഠത്തിൽ തിരികൾ കൊളുത്തുന്നു. മാനവർ ചുറ്റിലും ആദരപൂർവം കൈകൾ കൂപ്പുന്നു. ദൈവാത്മജനുടെ ദിവ്യവിരുന്നിൻ നിർമ്മല നിമിഷമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും വിരഹമുഹൂർത്തമിതാ. പുലരിപ്പൂവുകൾ പൂങ്കതിരണിയും വിരഹമുഹൂർത്തമിതാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, സഭയുടെ ആദ്യ 3-4 നൂറ്റാണ്ടുകൾ മതപീഡനത്തിൻ്റെ സമയമായിരുന്നു. ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ ഒരു കാലം. പരിശുദ്ധ പിതാവിനെ, മാർപ്പാപ്പയെ അവിടെ നിന്നും നീക്കം ചെയ്യുകയും അവിടെ പുതിയൊരു പാപ്പായെ സ്വീകരിക്കാൻ വേണ്ടി അവർ വോട്ടിട്ട് വളരെ നല്ല ഒരു മജോറിറ്റിയോടുകൂടി വിശുദ്ധ കൊർണേലിയൂസിനെ അവർ തിരഞ്ഞെടുത്തു. അദ്ദേഹവും തുടർന്ന് വിശുദ്ധ സിപ്രിയൻ എന്ന മെത്രാനും രണ്ടുപേരെയും 263 കൊല ചെയ്തു. അങ്ങനെ രക്തസാക്ഷികളായി അവർ തിരുസഭയ്ക്ക് വളമൂട്ടി. അവരെയൊക്കെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഇത്രമാത്രം സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ നമുക്ക് ദൈവം അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയാം. എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ആയിരിക്കണം നമ്മൾ. സഹനത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് ജീവിച്ചവരെല്ലാം വിജയക്കൊടിയേന്തി സ്വർഗത്തിലേക്ക് പോയി. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി വിജയശ്രീലാളിതരായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറ്റങ്ങളും പാപങ്ങളുമെല്ലാം കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നിപ്പോൾ മാപ്പപേക്ഷിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ കൊർണേലിയൂസിനെയും സിപ്രിയാനെയും അങ്ങേ ജനത്തിനു വേണ്ടി തീഷ്ണതയുള്ള അജപാലകരും അജയ്യരായ രക്തസാക്ഷികളുമായി അങ്ങ് നൽകിയല്ലോ. അവരുടെ മധ്യസ്ഥത്താൽ വിശ്വാസത്താലും സ്ഥിരതയാലും ഞങ്ങൾ ശക്തരാകാനും സഭയുടെ ഐക്യത്തിനു വേണ്ടി തീവ്രമായി പരിശ്രമിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി എന്നെന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ യേശുക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഉദയം മുതൽ അസ്തമനം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനതകളുടെ മേൽ വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശത്തിനു മീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതങ്ങളിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യർ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലംപതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ നമ്മൾ കേരളത്തിൽ 2018 പ്രളയം വന്നപ്പോഴും ഈ ദിവസങ്ങളിൽ ഉത്തരാഖണ്ഡിലും മറ്റ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നിൽക്കുന്ന നിപ്പിൽ 2-3 നിലയുള്ള കെട്ടിടങ്ങളും കോളേജുകളും വെള്ളത്തിലേക്ക് മറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് TV-യിൽ. അത് ഇന്നും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിഭയങ്കരമായ മഴയിലൂടെ. അതിൻ്റെ അടിസ്ഥാനം ബലിഷ്ഠമായി ഇല്ലാഞ്ഞിട്ടല്ല, വൻ ശക്തി അതിന്മേൽ വന്ന് ആഞ്ഞടിക്കുന്നു. പെരുവെള്ളത്തിൽ ഇങ്ങനെ വീടുകളെല്ലാം ആളുകളോടുകൂടി രാത്രിയിൽ ഒഴുക്കിക്കൊണ്ടുപോയി എത്രയോ പേർ മരിക്കുന്നു. പലപ്പോഴും അസ്ഥിവാരം ശരിയായിട്ട് ഉറപ്പിക്കാതെ പണിതവരൊക്കെയുണ്ട്. ആ വീടുകളൊക്കെ എത്രയും പെട്ടെന്ന് തകർന്നടിയുന്നത് നമ്മൾക്കറിയാം. യേശു ഇതൊക്കെ ഒരു ഉദാഹരണമായിട്ട് എടുത്തുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത്. നല്ല മനുഷ്യരെ എങ്ങനെ അറിയാമെന്നുള്ളത് 2 രൂപകങ്ങളിലൂടെ പറയുന്നു. നല്ല വൃക്ഷം നല്ല ഫലം തരും, ചീത്ത വൃക്ഷം ചീത്തയായിട്ടുള്ള ഫലമേ തരത്തുള്ളൂ. രണ്ടാമത്തേത് പാറമേൽ പണിയുന്ന ഒരു വീട്. പാറയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പണിയുന്ന വീട് ഒരിക്കലും അതിനെ ഇളക്കാൻ സാധിക്കുകയില്ല. പാറയെ ഇളക്കിയാൽ മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് വചനത്തിന്മേൽ വിശ്വാസം ഉറപ്പിച്ച് ജീവിക്കുന്നവൻ, യേശു പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ പാറമേൽ വീട് പണിതവൻ പോലെയാകും. ഏതെല്ലാം കഷ്ടപ്പാടുകളും പ്രളയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും അവൻ ആ വിശ്വാസത്തിന്മേൽ ഉറച്ചു നിൽക്കും. നമ്മൾക്ക് നൽകുന്ന ഈ വചനഭാഗം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ഹൃദയത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് അശുദ്ധതയെല്ലാം നീക്കി യേശുവിനോട് ഒന്നിച്ചു ചേർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷ പ്രാപ്യമാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കാം. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ. സ്വീകരിക്കേണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവാ സമ്മോദമാ. ഉയരുമിക്കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ ഹൃത്തടവും. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളു നീ. അലിവോടെ നാഥ സ്വീകരിക്കൂ, തിരുമുൽ കാഴ്ചയായി കൈക്കൊള്ളു നീ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ രക്തസാക്ഷികളായ വിശുദ്ധരുടെ പീഡാസഹനത്തെ പ്രതി അർപ്പിച്ച അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരായ കൊർന്നേലിയസിനെയും സിപ്രിയാനെയും മതപീഡനത്തിൽ ധീരതയോടെ ശുശ്രൂഷ ചെയ്യാൻ സഹായിച്ച ഈ കാണിക്കകൾ ഞങ്ങൾക്കും പ്രതിസന്ധികളിൽ സ്ഥിരത പ്രദാനം ചെയ്യുമാറാകട്ടെ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷികളായ വിശുദ്ധ കൊർന്നേലിയുസും സിപ്രിയാനും ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും, നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്ന് ഞങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വിശുദ്ധരായ കൊർന്നേലിയസിനോടും സിപ്രിയാനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോ, നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ
കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണം. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ വഴി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. രക്തസാക്ഷികളായ വിശുദ്ധരായ കൊർന്നേലിയുസിൻ്റെയും സിപ്രിയാൻ്റെയും മാതൃകയാൽ അങ്ങേ ചൈതന്യത്തിൻ്റെ ശക്തിയാൽ സ്ഥിരീകരിക്കപ്പെട്ട് സുവിശേഷ സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്കും കഴിയുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, സ്ത്രീകളിൽ നീയെന്നും അനുഗ്രഹീത, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ആവേ ആവേ മരിയ, ആവേ ആവേ